അപ്പം സീസൺ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നില്ല, അല്ല കേരള സ്ട്രൈക്കേഴ്സ് ജയിക്കുന്നില്ല, അതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു ബുള്ളിങ് ഉണ്ടായിരുന്നു ഈ ആക്ടർ ലാലേട്ടനെതിരെയും അല്ലെങ്കിൽ അത് കളിച്ചവരെയും. ഇപ്പം കുറച്ച് കൂടുതൽ പുതിയ പ്ലേയേഴ്സിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്താണ് മോട്ടീവായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പഴയൊരു കേരള സ്ട്രൈക്കേഴ്സിനെ തന്നെയാണോ, അല്ലെങ്കിൽ പുതിയൊരു മാറ്റം കൊണ്ടുവന്ന് എങ്ങനെയാണ് ഈ ഒരു ജേർണി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു പേഴ്സണൽ റിസ്ക് എടുത്തിട്ട് കൂടിയാണ്. പ്രൈമറിലി ബിക്കോസ് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ തിങ്ക് എന്നെ സംബന്ധിച്ച് ഇഫ് ഐ ക്യാൻ സ്പീക്ക്, നമ്മൾ ഈ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ലൂപ്പും ഒരു കൈൻഡ് ഓഫ് ബോർഡും നമ്മൾ ഫീൽ ചെയ്യും. ലൈക്ക് ഇറ്റ്സ് ഒരു മൊണോട്ടണസ് ലൈഫ്. സിനിമ ഭയങ്കര എക്സൈറ്റിംഗ് ആണെങ്കിലും അതിലും ഒരു മൊണോട്ടണസ് സ്പേസ് ഉണ്ട്. ഞാൻ സ്പോർട്സും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിലിരിക്കുമ്പോൾ ദർ ഈസ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ആഡിങ് ടു ദ ക്വസ്റ്റ്യൻ, ഈ ട്രോളിംഗ് ഒക്കെ എപ്പോഴും സോഷ്യൽ സ്പേസിലല്ല, ലൈഫിൽ തന്നെ വിജയിക്കുന്നവനെ ആരും ട്രോൾ ചെയ്യില്ല, പരാജയപ്പെട്ടെന്ന് എല്ലാവരും ട്രോൾ ചെയ്യും. ഇപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് ഒരു ട്രോഫി എടുത്തു കഴിഞ്ഞാൽ ട്രോളിംഗ് കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഫോർ ഓൾ ദി പ്ലേയേഴ്സ് ഹു ഹാസ് പാർട്ടിസിപ്പേറ്റഡ്, കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി പണ്ട് ഫീൽഡിൽ ഇറങ്ങിയ എല്ലാ താരങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സ് അതായത് ആൻഡ് ടീം മാനേജ്മെൻറ്റും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ടൂർണമെൻറ്റ് നമ്മൾ കുറച്ച് വാശിയേറിയ സ്പേസിലാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഡിസിപ്ലിനും ആ ഒരു ഇൻറ്റൻറ്റും നിങ്ങൾ ആദ്യത്തെ മാച്ചിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കളിയിലും നമുക്കെല്ലാവർക്കും, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ക്യാപ്റ്റൻഷിപ്പ് മെസ്സേജിങ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ബിക്കോസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഈ ടൂർണമെൻറ്റ് ജയിച്ചേ മതിയാവും. അതിന് വേണ്ടിയിട്ടുള്ള ജെനുവിൻ എഫേർട്ട്. ഈ ടൂർണമെൻറ്റ് എന്താവുമെന്ന് എനിക്കൊന്നും മുന്നോട്ട് പറയാൻ പറ്റില്ല. ബട്ട് യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് വെരി കോമ്പറ്റേറ്റീവ് ക്രിക്കറ്റ്. അത് ഈ കഴിഞ്ഞ കളിയിൽ പല സ്റ്റേജസിലും ടീം ബോളിംഗ് ചെയ്യാൻ വന്നപ്പോഴും കുറച്ച് റണ്ണ് പോയപ്പോഴും ക്യാച്ചസും ഫീൽഡിങ്ങും ഇറ്റ് വാസ് എക്സലൻറ്റ്. ഞാനതാ പറയണത്. ദറ്റ് ഈസ് നമുക്ക് ചിലപ്പോൾ വളരെ സ്കോർ ബോർഡിൽ കാണുന്ന കാര്യത്തിനേക്കാളും കൂടുതൽ ഉണ്ട് ആസ് എ ടീം. ഞാൻ പറഞ്ഞു, ഒരു റണ്ണും ഒരു 4 ക്യാച്ചസും അല്ലെങ്കിൽ ഒരു ഫീൽഡിങ് സെറ്റപ്പിലും അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് തന്നെ ഉണ്ട്. സോ ക്രിക്കറ്റ് ബീങ് എ ടീം ഗെയിം, അത് ടീമിലെ എല്ലാവർക്കും ഒരേപോലെയാണ് സക്സസും അല്ലെങ്കിൽ അപ്രിസിയേഷനും കൊടുക്കേണ്ടത്. ലോസ് വന്നാലും അല്ലെങ്കിൽ തോൽവി വന്നാലും നമ്മളെല്ലാവരും ഒരേപോലെ അത് ഏറ്റെടുക്കും. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ 2013 അത് ടീമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു 2012 തൊട്ട് ഇത്ര നാളുള്ള ടീമിൻ്റെ ജേർണിയിൽ ടീമിന് ക്ഷീണം പറ്റിയിട്ടുണ്ട്. അതിൽ ആസ് എ പ്ലെയർ അല്ലെങ്കിൽ എല്ലാവരും പകടേമാണ്, നിങ്ങൾ മീഡിയ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അതെന്തുകൊണ്ടെന്ന് അറിയില്ല. കാരണം നമ്മൾ നല്ലത് ചെയ്യുമ്പം ആരും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ അത് മാത്രമാണ് ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു കുറേ നാൾ കേരള സ്ട്രൈക്കേഴ്സ് വേഴ്സസ് രാജുപിള്ള വേഴ്സസ് ബാക്കി ടീമാണെന്ന്. അങ്ങനെ ഒരു സംഭവം 1-2 മാച്ചിലുണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇനി ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. 2018 അരുൺ പിന്നി, വിവേക് ഗോപൻ, ഇവരൊക്കെ സിംഗിൾ ഹാൻഡിൽ ഒരുപാട് മാച്ച് നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു കളക്റ്റീവ് എഫക്റ്റാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് പ്ലേയേഴ്സ് വന്നു പോയിട്ടുണ്ട്, നല്ല ബോളേഴ്സ് വന്നിട്ടുണ്ട്. ഒരു സുരേഷ് നായർ എന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാജീവ് പിള്ള അല്ലെങ്കിൽ മദൻ ഇവരാരില്ലാത്ത സമയത്ത് നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി ഇതൊരു ചെറിയ സംഭവമായിട്ട് ഇതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. മീഡിയ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ്. കാരണം ഇത് കുറച്ച് പറഞ്ഞ പോലെ ആളുകൾ ഇതിനെ ഫോളോ ചെയ്താൽ മാത്രമാണ് ഏതൊരു സംഭവം വലുതാവുള്ളൂ. ഇപ്പോൾ സിനിമ പോലെ തന്നെ സിനിമയുടെ ഭാഗമാണ്. മീഡിയ സപ്പോർട്ട് വേണം. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കേരളത്തിനെയാണ്. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ CCL റൂൾ അനുസരിച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആ CCL റൂൾ, ആ ഗൈഡ് ലൈനിൽ വരുന്ന പ്ലേയേഴ്സിന് മാത്രമാണ് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് കേരളത്തിൽ എല്ലാ വർഷവും ഇറങ്ങിയിട്ടുള്ളത് ബെസ്റ്റ് പ്ലേയേഴ്സാണ്. ഓരോ വർഷം നമ്മൾ ഇറക്കുന്ന ആ പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് 11 അല്ലെങ്കിൽ 15 പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ മീഡിയ സപ്പോർട്ട് വേണം. പിന്നെ ഇപ്പോഴും 10-12 വർഷമായി CCL സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ CCL എന്താണെന്നും അതിൻ്റെ റൂൾ എന്താണെന്നും ഒരു 90% ആളുകൾക്ക് അറിയില്ല. അപ്പം അവരുടെ കുറ്റമല്ല, അവർ ഇതിനെ സാധാരണ ക്രിക്കറ്റ് ലീഗിനെ കാണുന്ന പോലെയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിലെ പ്ലേയേഴ്സിനെ ഒരുപാട് ആളുകൾ ട്രോളുന്നത്. ഇത് കളിയാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, അത് അതിൻ്റെ കോമഡി സൈഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു എന്താണ് സത്യാവസ്ഥ എന്ന് ഇത് അറിയിക്കാൻ ആരും ശ്രമിക്കാറില്ല. നമ്മൾ പ്ലേയേഴ്സ് തന്നെ പലപ്പോഴും പറയേണ്ട അവസ്ഥയാണ്, ഇങ്ങനെയാണ്. മീഡിയ കുറച്ചുകൂടി നമുക്ക് സപ്പോർട്ട് തരണം. ഈ എന്താണ് CCL റൂൾസ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും.
കാരണം ഇത് മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. മെൻ്റലി നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല പെർഫോമൻസ് മുന്നോട്ട് വരും. ബാക്കപ്പ് ഉണ്ടെങ്കിലാണ് നമുക്കും നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എതിർ ടീമിനോട് മാത്രമല്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടുകാരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയോടും ആ പ്രഷർ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇപ്പം ആക്ടേഴ്സ് വരുമ്പം ഇതിൽ ഇഞ്ചുറി വരുന്നത് എല്ലാവർക്കും പേടിയാണ്. കാരണം ഇത്ര എളുപ്പമുള്ള കാര്യമല്ല സ്റ്റിച്ച് ബോർഡിൽ കളിക്കുക എന്നുള്ള സംഭവം. അപ്പോൾ ആ ഇഞ്ചുറിയൊക്കെ മൈൻഡ് ചെയ്താണ് പലരും വരുന്നത്, റിസ്ക് എടുത്താണ് വരുന്നത്. അപ്പം കുറച്ച് ചെറിയ അപ്രിസിയേഷൻ തന്ന് കൂടുതൽ സപ്പോർട്ട് തന്ന ഒരുപക്ഷെ ടീം ഒരുപാട് മുന്നോട്ട് പോകും. കേരളത്തിന് അഭിമാനമുള്ള രീതിയിൽ ടീം മുന്നോട്ട് വരുന്നതാണ് എൻ്റെ വിശ്വാസം.